വിയേഴ്സ് പല പുരുഷന്മാർക്കും അവരുടെ പങ്കാളി ഓർലിയൊക്കെ ലിംഗത്തിൽ ചെയ്തു കൊടുക്കുന്നില്ല. അപ്പം അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ അവരെങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, അത് നിങ്ങളുടെ ബന്ധത്തിലുണ്ടാക്കുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് പല സ്ത്രീകൾക്കും ഇത് ചെയ്യാൻ മടിയുള്ളത്, ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുക? പല പുരുഷന്മാരും ഇത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നതിന് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുരുഷന്മാർക്ക് ഏറ്റവും കൂടുതൽ നെർവ് എൻഡിങ്സും ഭയങ്കരമായിട്ട് സെൻസേഷൻ അറിയാൻ പറ്റുന്നത് അവർ ഏറ്റവും സുഖം നൽകുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ലിംഗത്തിൻ്റെ അഗ്രഭാഗത്ത് ഓറിലേക്ക് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അവർക്ക് വളരെ നല്ലൊരു ഉത്തേജനം കിട്ടാനും അതുമാത്രമല്ല ആ വായിലെ ചൂടും ഈർപ്പും ഒക്കെ കൂടുതൽ നന്നായിട്ടൊരു ഉത്തേജനം കൊടുക്കാനും അവർക്ക് സഹായിക്കും. മാത്രമല്ല തൻ്റെ ഇണയ്ക്ക് എന്നോട് ഭയങ്കരമായിട്ടുള്ള സ്നേഹമുണ്ട്, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ എന്നോടൊരു വെറുപ്പില്ല, എന്നെ എല്ലാ തരത്തിലും അവൾ ഇഷ്ടപ്പെടുന്നു എന്നൊരു തോന്നലും അവർക്കുണ്ടാകും. അത് മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനസിക അടുപ്പം കൂടാൻ വേണ്ടി കാരണമാകും. വളരെ ഒരു പീക്ക് പോയിന്റിൽ പ്ലഷറൊക്കെ അനുഭവിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർക്ക് ഇതുകൊണ്ട് സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ അത്രയും നല്ല ഭംഗിയിൽ ചെയ്യണമെങ്കിൽ രണ്ടുപേരും സമ്മതത്തോടെ വേണം. ഇപ്പോൾ സ്ത്രീകൾക്ക് അത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ, അത് ചെയ്യുന്ന അവർക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് കാരണത്താലാണ് എന്നുള്ളത് നിങ്ങൾ ചോദിച്ച് വളരെ സാവധാനത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങളാണെങ്കിൽ, ഇപ്പോൾ വൃത്തി മണമുണ്ടോ പോലെയിട്ട് മോശമുണ്ട്, അങ്ങനെയൊക്കെയുള്ള ചിലർക്ക് ശുക്ലത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നില്ല, ഈ തരത്തിലുള്ളതൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും വേറെ ഇവർക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങളാണെങ്കിൽ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അതിനോട് താല്പര്യം ഉണ്ടാകാത്ത ഒന്ന് ഇങ്ങനത്തെ സ്മെല്ലിൻ്റെ, അല്ലെങ്കിൽ തലയ്ക്ക് പിടിച്ച് ഫോഴ്സ്ഫുള്ളി ചെയ്യുന്ന, അല്ലെങ്കിൽ അവർക്ക് തൊണ്ടയിലുണ്ടാകുന്ന ഇറിറ്റേഷൻസും ഉണ്ട്, ഇതൊന്നും മനസ്സിലാക്കി ചെയ്യുന്നത്. അല്ലെങ്കിൽ അങ്ങോട്ട് മാത്രം ചെയ്തു കൊടുക്കണം. സ്ത്രീകൾക്ക് ഇങ്ങോട്ടേക്ക് അവർക്ക് യോനിയിലൊന്നും ഓറിലേക്ക് ചെയ്യുന്നില്ലെങ്കിലും അവർക്ക് മടുപ്പുണ്ടാവും. ഇങ്ങനെ പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടുവരും. ചിലർക്ക് അത് ഇഷ്ടമേ അല്ല. എനിക്ക് നിങ്ങളോട് അങ്ങനെ ചെയ്യുന്ന ഇഷ്ടമില്ല എന്നിട്ടുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായത്തെ റെസ്പെക്ട്ഫുള്ളി അംഗീകരിക്കുകയാണ് വേണ്ടത്. ഓക്കെ, നമുക്ക് ഇഷ്ടമില്ലേ, വേണ്ട എന്നുള്ളതാണ്. അല്ലാണ്ട് ഫോഴ്സ്ഫുള്ളി ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കരുത്. അത് വളരെയധികം തെറ്റാണ്. അല്ലെങ്കിൽ കാരണങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഇപ്പോൾ വൃത്തി കുറവൊക്കെ ആണെങ്കിൽ നിങ്ങൾ pH ലെവലൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നുള്ള ഇൻറ്റിമേറ്റ് വാഷ് പോലെയൊക്കെയുള്ളത് യൂസ് ചെയ്യും. അവർക്ക് ചെയ്ത് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത് ചെയ്യാൻ മടിയൊക്കെ ആണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവർക്കും ചെയ്തു തരേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾ മ്യൂച്വലായിട്ട് റെസ്പെക്റ്റ് ആണെങ്കിലും സുഖമാണെങ്കിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യണം. എന്നാലേ അവർക്കും അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ. അല്ലെങ്കിൽ അവന് മാത്രം ചെയ്ത് കൊടുക്കണം, എനിക്ക് ചെയ്ത് തരുന്നില്ലല്ലോ എന്നൊരു തോട്ട് വന്നിട്ടുണ്ടെങ്കിലും അവരത് ചെയ്യാൻ വേണ്ടി മടുക്കും. അതുമല്ല, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമല്ല എന്നുള്ള പങ്കാളികളാണെങ്കിൽ അത് തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റെസ്പെക്റ്റ് ചെയ്തിട്ട് അവരൊരിക്കലും അതിൽ ഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ചേച്ചി പറഞ്ഞു ഇങ്ങനെ അടുപ്പം കൂടുതലോ എന്നൊക്കെ വെച്ചാൽ കണ്ട ആൾക്കാരൊക്കെ പോയിട്ടൊന്നും ചെയ്യാൻ നിൽക്കരുത്. ലൈംഗിക രോഗമുള്ളവരുടെ HPV, കൊണേറിയ, അതുപോലെ സിഫിലിസ് പോലൊക്കെ ഉള്ള ആൾക്കാരെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലൈംഗിക രോഗം ഉണ്ടാകും. അപ്പോൾ ഏത് ആൾക്കാർ ഏറ്റവും വിശ്വാസമുള്ള സ്വന്തം ഒരു പങ്കാളി ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ രണ്ടുപേരും മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എത്ര ഉറകളിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ലൈംഗികത്തിൽ ഏർപ്പെടുമ്പോൾ സ്ത്രീകൾക്ക് സ്ഥലങ്ങൾ അവോയ്ഡ് ചെയ്യുന്നു, അതിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് വിഷമിച്ച് പറയുന്ന സ്ത്രീയാണ്. അതുപോലെ തന്നെയാണ് പുരുഷനും. അവർക്ക് ആ പെൽവിക് ഏരിയയിലേക്ക് നല്ല രീതിയിൽ ബ്ലഡ് ഫ്ലോ എത്താനും നല്ല രീതിയിൽ ഉത്തേജനം ലഭിക്കാനും കഴിയുന്ന ഒന്ന് തന്നെയാണ് ഇങ്ങനെ ചെയ്തത്. അവർക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു രീതി മുറിച്ചുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിത് പറ്റും. അതിലൂടെ തന്നെ നല്ലൊരു റിലേഷൻഷിപ്പ് ബോണ്ട് പണ്ടത്തെ കഴിഞ്ഞ് കൂടുതലായിട്ട് നിങ്ങൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ സാധിക്കും. നിങ്ങൾ സ്നേഹം അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ഈ മടിയുള്ള ആൾക്കാർക്കാണോ പറയുന്നത്, അതായത് ചെയ്യാൻ ഇഷ്ടമുണ്ടായിട്ടും ചെയ്യാത്ത ആൾക്കാരോടാട്ടോ പറയുന്നത്. അല്ലാണ്ട് ചെയ്യാൻ ഇഷ്ടമില്ല എന്നുള്ളവർ, ഇങ്ങനെയുള്ളവർ കുറേ പേര് എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട് ഭാര്യയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമില്ല. ഒന്നെങ്കിൽ അവരെ ചെയ്യാൻ ഇഷ്ടമില്ല, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കുന്നത് ഇഷ്ടമല്ലാത്ത പറയുന്നവർക്ക് കുറേ പേര് ഈ സ്പാകളിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് ശരിക്കും അവർക്കൊരു ഇമോഷണൽ കണക്ഷനൊന്നും അവിടെ ഇല്ല. പക്ഷെ അവർ ആ ഫാൻറ്റസി, അവരുടെ നീഡ്സും അവർ ബോഡി അത് ആവശ്യപ്പെടുന്നത് കൊണ്ടാണ് അവരിങ്ങനെ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിലൂടെ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളും ഉണ്ട്. പലതരത്തിലുള്ള രോഗങ്ങൾ വന്ന ആൾക്കാരുണ്ട്, HPV ഒക്കെ വന്ന് ഒത്തിരി പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് ചെയ്തു കൊടുക്കാൻ വേണ്ടി മടുക്കരുത്. വായിലോട് ചെയ്യുന്നത് ഓൺലി ഒരു ഫിസിക്കൽ ഒരു സുഖത്തിന്, അങ്ങനെയല്ല. ഇമോഷണലായിട്ട് കുറേ ബെനിഫിറ്റ്സ് ഇതിനുണ്ട്. സ്ട്രോങ് ഇമോഷണലാണ്, സൈക്കോളജിക്കൽ കോമ്പൗണ്ട്സ് ഇതിലുണ്ട്. അവരോടുള്ള പങ്കാളിനോടുള്ള ട്രസ്റ്റ്, പങ്കാളിനോടുള്ള ഭയങ്കരമായിട്ടുള്ള മാനസിക അടുപ്പം, സ്നേഹമൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിനെ സഹായിക്കുന്നുണ്ടെന്ന് സൈക്കോളജി പറയുന്നുണ്ട്. അതുപോലെ എല്ലാ പുരുഷന്മാർക്കും ഒരേപോലെയല്ല ചെയ്യുന്നത് ഇഷ്ടം. പലതരത്തിൽ, പല രീതിയിൽ, പല സെൻസേഷനാണ് അവർക്ക് ഇഷ്ടം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി എങ്ങനെയാണ് ഏത് രീതി ചെയ്യുന്നതാണ് ഇഷ്ടം തിരിച്ചും ചോദിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വിചാരിക്കുന്നുണ്ടോ ലിംഗം കയറ്റുന്ന സമയത്തും ഇതുപോലെ തന്നെയല്ല, ആ സെൻസേഷൻ തന്നെയല്ല അവിടെ കിട്ടുന്നതെന്നല്ല.
എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് അവർക്ക് ഓറലൊക്കെ ചെയ്യുന്ന സമയത്ത്, അവർക്ക് ലിംഗം വായിലിടുന്ന സമയത്ത് കിട്ടുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഡെപ്ത് വരെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഡീപ്പാക്കാൻ വേണ്ടി ഇതുകൊണ്ട് പറ്റും എന്നുള്ളതാണ് സത്യം. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഒരു സ്ത്രീക്ക് അത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിലും ഫോഴ്സ് ചെയ്ത് ചെയ്യരുത്. അവർ റെസ്പെക്ട്ഫുള്ളായിട്ട് ഓക്കെ എന്ന് പറയാം. എന്നാൽ ഇത് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാതിരിക്കുക, അതാട്ടോ പറഞ്ഞത്. അതുപോലെ പുരുഷന്മാർക്ക് പെട്ടെന്ന് ശുക്ലം പോകുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഒരു സ്പ്രേ പരിചയപ്പെടുത്താവേ. ഇതാണ് മയൂബജാറിൻ്റെ ഊർജസ് ഗോൾഡ് സ്പ്രേ. ഇത് നിങ്ങൾ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നതിനൊരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ മുമ്പ് തന്നെ നിങ്ങളിതെടുത്ത് നിങ്ങളുടെ ബനാനയിൽ ഹെഡിലും താഴേക്കായിട്ട് ഒരു 4-5 തവണ സ്പ്രേ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ക്വിക്ക് ആക്ഷൻ ഫോർമുലയാണ്, പെട്ടെന്ന് തന്നെ അബ്സോർബ് ആകും. അത് മാത്രമല്ല ഒരു സ്ട്രോബെറി സ്മെല്ലുമാണ് കേട്ടോ. ക്ലിനിക്കലി പ്രൂവൺ ഇൻഗ്രീഡിയൻസ് ആണ്, FDA അപ്രൂവലാണ്. അത് മാത്രമല്ല നിങ്ങൾക്ക് പോക്കറ്റിൽ കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റിയതാണ്. ബേസ്ഡ് ആണ്, വലിയ തരത്തിലുള്ള മരപ്പൊന്നും ഉണ്ടാകും. നിങ്ങൾക്ക് ആ സെൻസേഷനൊക്കെ അറിയുന്ന വിധത്തിൽ തന്നെയായിരിക്കും ഇത് ചെയ്യുമ്പോൾ കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് ശുക്ലം പോകുന്നവർക്കും പങ്കാളിക്ക് മുന്നേ പോകുന്നവർക്കും എന്താണ് നിങ്ങളുടെ ഉദാഹരണം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ പെട്ടെന്ന് ഒരു യൂസ് ചെയ്യണം എന്നൊക്കെ വെച്ചാൽ ഒരു ആഴ്ച 3-4 പ്രാവശ്യമൊക്കെ ഇത് സേഫായിട്ട് ഉപയോഗിക്കാം. കണ്ടിന്യൂസ് ആയിട്ട് എപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങളുടെ സ്കിന്നിന് അത്ര നല്ലതല്ല. ആഴ്ചയിലൊരു 3-4 പ്രാവശ്യമൊക്കെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് കേട്ടോ. പെട്ടെന്ന് റിസൾട്ട് വേണമെന്ന് പറഞ്ഞവർക്ക് മാത്രമാണ് കേട്ടോ അത്. നിങ്ങൾക്ക് പെട്ടെന്ന് ശുക്ലം പോകുന്നത് കുറേ നാളായിട്ട് 6 മാസമായിട്ട് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് അടിച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ എപ്പോഴും. കാരണം നിങ്ങൾ എന്തായാലും ഒരു യൂറോളജിസ്റ്റിനെ കണ്ടിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. എന്താണ് യഥാർത്ഥ പ്രശ്നം? കാരണം വലിയ വലിയ രോഗങ്ങളുടെ ലക്ഷണമായിട്ട് നിങ്ങൾക്ക് ഉദാഹരണ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ എപ്പോൾ അടിച്ചുകൊണ്ടിരിക്കേണ്ട, ആക്ച്വലി ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിന് ഫസ്റ്റ് കമൻറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, അതിലൂടെ കയറി പർച്ചേസ് ചെയ്തു. വീഡിയോസ് നെക്സ്റ്റ് ടൈം. ബൈ.